ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിനെ കാണും മുൻപേ മരിക്കത്തില്ലെന്ന് വാഗ്ദത്തം ലഭിച്ച വ്യക്തിത്വമാണ്. ഈ യേശുവിനെ കാണും മുൻപ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ അരുളപ്പാടുണ്ടായ ഈ മനുഷ്യൻ ദേവാലയത്തിനകത്ത് ദീർഘവർഷങ്ങളായി യേശു കർത്താവിനെ കാത്തിരിക്കുകയാണ്. എൻ്റെ ചോദ്യം, ആ കാത്തിരുന്ന മനുഷ്യന്റെ കാത്തിരിപ്പിന് ഒരിക്കലും നിരാശ ഉളവാകേണ്ടി വന്നില്ല. യേശു കർത്താവിനെ കാണാൻ ആ മനുഷ്യന്റെ കണ്ണിന് ദൈവം കൃപ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 40, നിങ്ങളെല്ലാവരും ബൈബിൾ ഒന്ന് തുറന്നേ. സങ്കീർത്തനം 40, 40-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ, 40-ാം സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഞാൻ അത്രേ ചെയ്തുള്ളൂ. ഞാൻ എന്താ ചെയ്തേ? വളരെ പേഷ്യൻ്റ്ലി ഞാൻ ദൈവത്തെ വെയിറ്റ് ചെയ്തു. ഞാൻ ദൈവത്തെ കാത്തിരുന്നു. ഒറ്റ കാര്യമേ സങ്കീർത്തനക്കാരൻ ചെയ്തുള്ളൂ. ആ മനുഷ്യൻ ദൈവമുഖം അന്വേഷിച്ചു, ദൈവത്തെ കാത്തിരുന്നു. പക്ഷേ 7 കാര്യങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തു. ദൈവത്തെ കാത്തിരുന്ന ആ വ്യക്തിക്ക് വേണ്ടി, ആ ദൈവ മനുഷ്യന് വേണ്ടി 7 കാര്യങ്ങൾ ദൈവം ചെയ്തു. അടുത്ത വാക്യം നോക്കി. 1, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. 2, അവൻ എൻ്റെ നിലവിളി കേട്ടു. 3, കുഴിയിൽ നിന്നും അവൻ എന്നെ കയറ്റി. 4, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. 5, അവൻ എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. 6, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. 7, എൻ്റെ വായിൽ അവൻ പുതിയ പാട്ട് തന്നു. 7 കാര്യങ്ങൾ സംഭവിച്ചോന്നൊന്ന് നോക്കിയേ. ആ സങ്കീർത്തനം 40 എടുത്തിട്ട് ഒറ്റ കാര്യമേ ആ മനുഷ്യൻ ചെയ്തുള്ളൂ. ആ മനുഷ്യൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പക്ഷേ 7 കാര്യങ്ങൾ ദൈവം ആ മനുഷ്യന് വേണ്ടി ചെയ്തു. 1, അവങ്കിലേക്ക് ചാഞ്ഞു. 2, എൻ്റെ നിലവിളി കേട്ടു. 3, കുഴിയിൽ നിന്ന് എന്നെ കയറ്റി. 4, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ വായിൽ അവൻ പുതിയ ഒരു പാട്ട് തന്നു. ഫാസ്റ്റിങ്ങോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും പരാജയമാകുകയില്ല. അത് അത്ഭുതമായി തീരാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊരു ആമീൻ പറഞ്ഞ്. ബാക്കി ഇനി അവരോടാ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു ആമീൻ ടൈപ്പ് ചെയ്തേ. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, വിടുതൽ വായിക്കുമ്പോൾ ആ വിടുതലിന്റെ വലിപ്പം വലുതാണ്. ലാസറിന്റെ വീട്ടിൽ യേശുവിനെ മാർത്തയും മറിയയും ലാസർ ദീനമായി കിടന്നപ്പോഴേ വിളിച്ചായിരുന്നു. പക്ഷെ യേശു പോയില്ല. 4 ദിവസം താമസിച്ചാ പോയെ. എന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് യേശു ചെന്നേ. ഏർലി പോയില്ല, നേരത്തെ പോയില്ല, ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. എൻ്റെ ചോദ്യം ഇതാണ്, ഏർലി ആയിട്ട് നേരത്തെ യേശു ആ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ റിപ്പോർട്ട്. എൻ്റെ സഹോദരനെ സുഖമില്ല കിടന്നതാ, നമ്മുടെ യേശു, നസ്രയനായ യേശു വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, സഹോദരന് സൗഖ്യമായി, ഇപ്പോൾ അവൻ ആക്റ്റീവായി, ഓക്കെ ആയിട്ടിരിക്കുക കേട്ടോ. ഞാൻ പറയുന്നു, കർത്താവ് ഇച്ചിരി ലേറ്റായിട്ട് ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് വലിയ മഹത്വം വെളിപ്പെട്ടത്. മാർത്തയോടും മറിയോടും യേശു അത് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആരുടെയെങ്കിലും സൗഖ്യമോ വിടുതലോ മാനസാന്തരമോ വഴി തുറക്കാനോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട്, ഒത്തിരി ലേറ്റ് ആകുന്നു, ഡിലേ ആകുന്നു, കാലതാമസങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നു, നിന്റെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മഹത്വം വെളിപ്പെടാൻ, ആ വിഷയത്തിനകത്ത് വലിയ മഹത്വം വെളിപ്പെടാൻ. ചെറിയ സാക്ഷ്യമല്ല തരാൻ പോകുന്നത്, വലിയ സാക്ഷ്യമാണ്. പനി സൗഖ്യമായത് മാത്രമല്ല പറയാൻ പോകുന്നത്. ലാസറിന്റെ വിഷയത്തിൽ ലാസർ ദീനമായിരുന്നു, സൗഖ്യമായെന്നല്ല, എൻ്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കിയിരുന്നു, എന്നാൽ അവന്റെ പേര് വിളിച്ച് യേശു ഉയർപ്പിച്ചു പുറത്തു. അത് വലിയ അത്ഭുതമാണ്, വലിയ മഹത്വമാണ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിക്കൽ മുട്ടിയപ്പോൾ രോധ എന്നൊരു ബാലിക്കാരത്തി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. 11-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 11-ാം വാക്യം,
പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. നോക്കിയേ, ആ 11-ാം വാക്യം ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായി ഞാൻ അറിയുന്നു. യഹൂദ ജനത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു? യഹൂദ ജനം പ്രതീക്ഷിച്ചത്, ഹെരോദാവ് പ്രതീക്ഷിച്ചത് പത്രോസിന്റെ മരണമാണ്. കാരണം തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. യഹൂദ ജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് പത്രോസിന്റെ മരണവും മരണവാർത്തയുമാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഒരു വലിയ കൂട്ടം ജനം, ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അല്ലേ? 12-ാം വാക്യം അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്ത് അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവരുടെ പ്രതീക്ഷ എന്നായിരുന്നു? പ്രാർത്ഥിച്ചവന്റെ പ്രതീക്ഷ അവരുടെ പാസ്റ്റർ, അവരുടെ അപ്പോസ്തലൻ, അവരുടെ ദൈവദാസൻ വീണ്ടും ശുശ്രൂഷയിൽ സജീവമാകും. ആ മനുഷ്യനെ മരണത്തിന് ഇപ്പോൾ ദൈവം വിട്ടുകൊടുക്കത്തില്ല, ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. അതായിരുന്നു പ്രാർത്ഥിച്ചവരുടെ പ്രതീക്ഷ. യഹൂദന്മാരുടെ ഹെരോദാവിന്റെ പ്രതീക്ഷ എന്നായിരുന്നു? 11-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശത്രുക്കളുടെ പ്രതീക്ഷ എന്നായിരുന്നു? പത്രോസിന്റെ മരണം, തകർച്ചയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാം, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷയല്ല വാഗ്ദത്തമുള്ള നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നെ കുറിച്ച് ചിലത് പ്രതീക്ഷിക്കുന്നു. ദൈവമക്കൾ നിനക്കായി ചിലത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്താണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളാണ് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ശത്രുവിന്റെ പ്രതീക്ഷകളല്ല, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ. പ്രിയ ദൈവദാസനെ, ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ചില ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, മാനസികമായ ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവ മനുഷ്യനെ, പ്രിയ കുടുംബമേ, പ്രിയ സഹോദരനെ, കർത്താവിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു, ശത്രുക്കളുടെ പിശാചിന്റെ പ്രതീക്ഷകളല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും ശുശ്രൂഷയിലും സംഭവിക്കാൻ പോകുന്നത്. ദൈവം നിന്നിൽ ചിലത് പ്രതീക്ഷിക്കുന്നു. താങ്കളും പ്രതീക്ഷയോടെ ചിലത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രത്യാശ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ.